കെ ശൈലജ ജില്ലാ കമ്മിറ്റി പേര് ശുപാർശ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ന്യൂസ് മുറിയിൽ ചില ചർച്ചകളുണ്ടായി. സ്വാഭാവികമായും ഒരുപക്ഷെ കെ ശൈലജയ്ക്ക് സീറ്റ് കിട്ടും, പേരാവൂരിൽ മത്സരിക്കുകയാണെങ്കിൽ സീറ്റാകാമെന്ന നിലപാടൊക്കെ നിർണയാധികാരമുള്ള മനുഷ്യർ സ്വീകരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മത്സരിച്ചേക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർക്കുന്നത് VSന് 2 തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട കാലമാണ്. VSന് സീറ്റ് നിഷേധിക്കപ്പെടുന്നു, VSന് വേണ്ടി ജനം തെരുവിലിറങ്ങുന്നു, ആ ജനത്തിന്റെ ഉത്തരവാദിത്തമായി മാറുകയാണ് VSന് ജയിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ കെ ശൈലജയ്ക്ക് സീറ്റില്ലേ എന്ന ആശങ്ക ഉണ്ടാവുകയാണ്. പക്ഷേ സീറ്റ് പേരാവൂരിലേക്ക് അവർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ കെ ശൈലജയെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായ ഒരു വലിയ വിഭാഗത്തിൻ്റെ കെ ശൈലജ ടീച്ചറെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമായി പ്ലേസ് ചെയ്യപ്പെടുകയാണ്. അത് ഒരു രാഷ്ട്രീയ കൗതുകമുള്ളൊരു കാഴ്ചയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വളരെ കൗതുകത്തോടു കൂടി കണ്ട മറ്റൊരു ദൃശ്യം എന്ന് പറയുന്നത് സണ്ണി ജോസഫും ഒപ്പം കെ ശൈലജയും കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു മത്സര സമയത്ത് വോട്ട് ചോദിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ്. രണ്ടുപേരും കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു, രണ്ടുപേരും വളരെ ആർജവത്തോടു കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന, ഇപ്പോഴും ആ ആർജവം കാത്തുസൂക്ഷിക്കുന്ന ആളുകളൊക്കെയാണ്. ഞാൻ ആലോചിക്കുകയാണ്, വടകര തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ സ്ഥാനാർത്ഥിയാകുന്നു. ആ ഷാഫി പറമ്പിൽ അവിടെ നേടിയ ഭൂരിപക്ഷം 1,14,516 എന്ന് കേരളത്തിൽ ചർച്ചയ്ക്ക് വരുന്ന ഓരോ കോൺഗ്രസ്സുകാരനും ബൈഹാർട്ടാണ്. എത്ര പേരുടെ ഭൂരിപക്ഷം ഇങ്ങനെ ആലോചിച്ചിരിക്കും? കേരളത്തിൽ രാഷ്ട്രീയം പറയുന്ന ഓരോ കോൺഗ്രസ്സുകാരനും ബൈഹാർട്ടാണ്. എന്തുകൊണ്ടാണ്? വടകരയിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഏറ്റവും വലിയ പോരാളിയായി കെ ശൈലജയെ നിർത്തിയില്ലേ? ആ കെ ശൈലജയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഷാഫി പറമ്പിൽ വന്നത് എന്ന ആർജവത്തോട് പറയുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടു. അപ്പോൾ വടകര പോലെ ഒരു മണ്ഡലത്തിൽ വലിയ പോരാട്ടം പോലും കെ ശൈലജ എന്ന അതികായിയെ നിർത്തിയിട്ട് CPMന് സാധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തോറ്റുപോയ ഒരുപാട് അരാഷ്ട്രീയം പറഞ്ഞൊന്നും രാഷ്ട്രീയത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് എല്ലാ മുന്നണികൾക്കും ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വടകര. മറ്റൊന്ന്, വളരെ ഗുരുതരമായ വടകര തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് വന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സാമുദായിക രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും ഹീനമായ രൂപത്തിൽ കെട്ടിയാടിയ കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടതാണ് എന്ന് ഓർത്തിരിക്കാതെ വയ്യ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.